പാല് തൊണ്ടയിൽ കുടുങ്ങി 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് മരിച്ചു. ഇന്നലെ രാത്രിയിൽ അമ്മ കുഞ്ഞിനെ അടുത്ത് കിടത്തി പാല് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അമ്മയും കുഞ്ഞും ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഈ കുഞ്ഞിന് അനക്കമില്ലെന്ന് കണ്ടെത്തുന്നത്. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി കുട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടായാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം പാനിക് ആവാതെ കുട്ടിയെ കമിഴ്ത്തി കിടത്തി പുറത്ത് നന്നായിട്ട് തട്ടിക്കൊടുക്കുക. കുട്ടി കരയുന്നത് വരെ, ആ പാല് ഛർദ്ദിച്ച് പോകുന്നവരെ തട്ടിക്കൊടുക്കുക. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നോർമലായിട്ടുള്ള കുട്ടിയെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് നോക്കുമ്പോൾ കുട്ടി മരിക്കാനുണ്ടായത്. അപ്പം മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി തന്നെയാണ് ആ മരിച്ചെന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെ നോർമലായിട്ട് കുട്ടികൾ ആകസ്മികമായി പെട്ടെന്ന് മരിച്ചു പോകുന്നതിനാണ് സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടി ഉറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ടുള്ള ശ്വാസതടസ്സം കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങുന്നത് ഒരു കാരണം മാത്രമാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും രാത്രി സമയത്ത് കിടന്നുകൊണ്ട് പാല് കൊടുക്കരുത്. അപ്പം അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, കുട്ടി ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് പാല് തികട്ടിപ്പോവുക, ഛർദ്ദിക്കുക, ശ്വാസതടസ്സമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാതെ പറ്റും, വലിയ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഓരോ ഫീഡിന് ശേഷം കുട്ടിയെ നന്നായിട്ട് പുറത്ത് തട്ടിക്കൊടുത്ത് ഗ്യാസ് പോയതിന് ശേഷം മാത്രം കിടത്തുക. എവിടെയാണ് കിടത്തേണ്ടത്? ശരിക്കും എല്ലാ അമ്മമാർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ ഇത് കേട്ട് കഴിഞ്ഞാൽ. ഒരിക്കലും അമ്മയുടെ കൂടെയല്ല കുട്ടി കിടക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 99% ഈ കാണുന്ന ആൾക്കാരും കുഞ്ഞ് അമ്മയുടെ കൂടെ തന്നെയായിരിക്കും. അമ്മയുടെ റൂമിൽ, അമ്മയുടെ ബെഡിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു ചെറിയ കട്ടിലോ അല്ലെങ്കിൽ ഒരു തൊട്ടിലോ ആണ് കുട്ടീനെ കിടത്തേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ കുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ വലിയ കുട്ടികളോ ഇനി അമ്മയാണെന്ന് തന്നെ ഒന്ന് തിരിഞ്ഞു കിടന്നാൽ നമ്മുടെ കൈയോ കാലോ കുട്ടിയുടെ മേത്ത് അമരുകയും ശ്വാസതടസ്സം സംഭവിക്കുകയും വലിയ അപകടങ്ങൾ ഉണ്ടാവുകയും സാധ്യതയുണ്ട്. ഇപ്പോൾ കുട്ടിയെ കിടത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മലർത്തി വേണം കുട്ടീനെ കിടത്താനായിട്ട്. അതുപോലെ സർഫേസ് വളരെ ഫേം ആയിരിക്കണം. ആ ബെഡ് ഏരിയയിലൊന്നും സോഫ്റ്റ് ടോയ്സ്, പില്ലോ, ബ്ലാങ്കറ്റ്സ് എന്നിവയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നമുക്ക് കുട്ടീനെ ഒരു പുതപ്പ് വെച്ച് പുതപ്പിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് മുഖത്തൊക്കെ അത് വീണ് ശ്വാസതടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുട്ടികൾ റോംബർ പോലെയുള്ള ക്ലോത്തുകൾ, നന്നായിട്ട് സോക്സ് ഒക്കെ വെച്ച് കുട്ടിയെ കവർ ചെയ്യാം. അതുപോലെ അധികമായിട്ടുള്ള ചൂട്, അധികമായിട്ടുള്ള തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടീനെ അപകടം ഉണ്ടാക്കും. ഇപ്പോഴത്തെ ഹേസിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 26 ഡിഗ്രി മുതൽ 28 ഡിഗ്രി സെൽഷ്യസിൽ വരെ വെക്കുക. രാത്രി സമയത്ത് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ എപ്പോഴും പെട്ടെന്ന് തന്നെ ഫീഡ് ചെയ്യുന്നതിന് മുന്നേ കുഞ്ഞ് എന്തിനാണ് കരഞ്ഞത്, അല്ലെങ്കിൽ എന്തെങ്കിലും ശരീര അസ്വസ്ഥതകളുണ്ടോ, കളർ വ്യത്യാസമുണ്ടോ, ശ്വാസതടസ്സമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾ രാത്രി കരയുമ്പോൾ, അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോൾ അത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അച്ഛനും കൂടെ കുഞ്ഞിനെ നോക്കുക. അതുപോലെ ഡയപ്പറൊക്കെ മാറ്റി കൊടുക്കുക. ഒന്ന് എടുത്ത് നടക്കേണ്ടി വന്നാൽ നടക്കേണ്ടി വരിക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് അതൊരു മെൻ്റൽ സപ്പോർട്ടായിരിക്കും. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അത് സഹായിക്കും.